ഈ ആഴ്ച അവർ കൺഫ്യൂഷനാകും വിധത്തിൽ നീയൊരു വിടുതൽ അനുഭവിക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്ക്, അതേ പ്രതീക്ഷകൾക്കപ്പുറമായ ദൈവിക വിടുതലുകൾക്ക്, ഞാൻ ആവർത്തിച്ചു പറയട്ടെ, വിടുതൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമാണ് എങ്കിൽ, അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും അപ്പുറമായി ചിലത് സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത് ദൈവത്തിലൂടെ മാത്രമാണ്. അതെ, ഈ ദിവസങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ അവിധത്തിൽ പ്രതീക്ഷകൾക്കപ്പുറമായി ദൈവിക വിടുതലുകൾ അനുഭവിക്കുവാൻ കഴിഞ്ഞു. നിങ്ങളത് പറയുമ്പോൾ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അവിധത്തിൽ ഇന്നും നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറമായി, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കപ്പുറമായി ഞാനിത് പറയുന്നതിന് കാരണമുണ്ട്. ഒരല്പം എന്തെങ്കിലും, അല്ലേ, പലപ്പോഴും നമ്മുടെ ചോദ്യം ഇതാണ്, കർത്താവേ, എന്തെങ്കിലും ഏതെങ്കിലും ഒരു വഴി, അല്ലെ, പറഞ്ഞു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും, മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും. അപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല പാസ്റ്ററെ, എനിക്ക് മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല, ഈ വീട്ടിനകത്ത് ജീവിക്കാൻ പറ്റത്തില്ല പാസ്റ്റർ, എനിക്കിങ്ങനെ ഒരു കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ പറ്റത്തില്ല. സഹോദര സഹോദരി പലപ്പോഴും പറയുന്നതാണ്. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി അങ്ങനെ വേഷം കെട്ടി ഒരു ഭാര്യയായിട്ട്, വേഷം കെട്ടി ഒരു ഭർത്താവായിട്ട് അങ്ങ് നിൽക്കുക. ഒരു ജോലി ഉണ്ടെന്ന് പറയുന്നത് ഒരു അഭിമാനമാണല്ലോ, അതുകൊണ്ട് പോകുന്നതേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രയോജനവുമില്ല. ചിരിക്കുന്നേ ഉള്ളൂ പാസ്റ്റർ, അകത്ത് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോകുവാൻ എന്തെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കുവാൻ നോക്കൂ. അത് ഈ ലോകത്തോട് ചോദിക്കുവാൻ പറ്റിയ ചോദ്യമാണ്. ലോകം നിങ്ങൾക്ക് തരുന്നത് അങ്ങനെ ആയിരിക്കും. എന്തെങ്കിലും കുത്തിപ്പോരം നക്കാപ്പിച്ച അങ്ങനെ തന്ന് ഒഴിവാക്കുന്ന ലോകത്തിന് മധ്യത്തിൽ നിങ്ങളുടെ ചിന്തയ്ക്കപ്പുറമായി നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറും വിധത്തിൽ തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്താൽ ഈ ആഴ്ചയും നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിക്കും. ഒപ്പമുള്ളവർ, അതെ, അവർ തന്നെ നിങ്ങളെ ഇന്നലകളിൽ അങ്ങനെ കണ്ടവർ കൺഫ്യൂഷനാകും. അപ്പുറത്തും ഇപ്പുറത്തും അറിയുന്നവരും പറഞ്ഞു ചിരിച്ചവരുമൊക്കെ കൺഫ്യൂഷനാകും വിധത്തിൽ ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തെ യേശു മാറ്റും. ആ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ആലോചന നിങ്ങളുമായി പങ്കുവച്ചു. ഇനി ആ വാക്യത്തിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോ നിങ്ങൾ ചോദിക്കുന്നതോ അല്ല, അതിലപ്പുറമായി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനൊപ്പം നിങ്ങളായിരിക്കുന്നു. കൂടെ കൂടിക്കോ. 9-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 9-ാമത്തെ വാക്യം, ഒരിക്കൽ കൂടി യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെപ്പോലെ ഉള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവൻ, നോക്കൂ, വളരെ രസകരമായി ദൈവവചനം ധ്യാനിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു വേദഭാഗമാണ്. 3 കൂട്ടർ, ഒരു കൂട്ടർ വാദിക്കുകയാണ് ഇത് അവൻ തന്നെയാണ്. ഒരു പക്ഷേ ഈ സംഭവത്തെക്കുറിച്ച് വലിയൊരു ധാരണയില്ലാത്തവർ തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. ഈ മനുഷ്യൻ ഇതെന്താണ് പറയുന്നത്? ഒറ്റ വാക്കിൽ പറയട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിറവിയിൽ കുരുടനായ ഒരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യൻ കാണുന്നില്ല, യേശു കാണുകയാണ്. ആമേൻ. യേശുവിനെ കാണുവാൻ കഴിയാത്ത ചിലരും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷേ നിന്നെ യേശു കാണുന്നുണ്ട്. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയട്ടെ, സഹോദര, നിനക്ക് യേശുവിനെ കാണുവാൻ അതിനുള്ള അറിവില്ല. അങ്ങനെ ഒരു കുടുംബത്തിലല്ല നീ ജനിച്ചത്, അങ്ങനെ ഒരു പശ്ചാത്തലം നിനക്കില്ല. അറിഞ്ഞോ അറിയാതെയോ അതങ്ങനെ സംഭവിച്ചു. പക്ഷേ യേശു നിന്നെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നീ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശു നിന്നെ കാണുന്നു എന്ന് വെച്ചാൽ
ഇനി ലോകം നിന്നെ കാണുവാൻ പോകുന്നു. നീ എത്ര മറച്ചു വയ്ക്കുവാൻ സ്വയം ശ്രമിച്ചാലും ഇനി മറച്ചു വയ്ക്കുവാൻ ഇടവരാത്ത വിധത്തിൽ നിന്നെ യേശു പുറത്തു കൊണ്ടുവരും. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, വലിയ ഇലകളുള്ള അത്തിവൃക്ഷത്തിൻ്റെ മുകളിൽ ആരും കാണാതെ പാത്തിരുന്ന ശക്കായെ വിളിച്ച് താഴത്തിറക്കി തനിക്കൊപ്പമായിരിക്കുന്ന വലിയ പുരുഷാരത്തിന് മുൻപിൽ പ്രദർശിപ്പിച്ച യേശു, നീ ഒളിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്, യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാതെ ഒളിച്ചിരുന്ന് എത്തി നോക്കുന്ന സ്ഥാനത്ത് നിന്ന് നിന്നെ വലിച്ചിറക്കി ഒപ്പമുള്ള വലിയൊരു കൂട്ടത്തിന് മുൻപിൽ പ്രദർശിപ്പിക്കുവാൻ പോകുക. ഇനിയും ഒളിച്ചിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ കുറ്റബോധം വിട്ട്, ആ പാപബോധം വിട്ട് നീ പുറത്തു വരുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ആമേൻ. അപ്പോൾ യേശുവിനെ അറിയാത്ത നിന്നെ യേശു അറിയുന്നുണ്ട്, യേശു കാണുന്നുണ്ട്. സഹോദര, നിൻ്റെ ലൈഫ് മാറുവാൻ പോകുക. യേശുവിനൊപ്പം സഞ്ചരിക്കുവാൻ റെഡിയാണോ? യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം കൂടിക്കോ. പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് യേശുവിനെക്കുറിച്ച് അധികമായി ദൈവിക വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ നിങ്ങൾക്ക് അറിയുവാനുള്ള അവസരമുണ്ട്. യേശുവിനെ അറിയുന്നു എന്ന് പറയുന്നവർക്കും അധികമായി അറിയുവാനും നമ്മുടെ നിത്യത അവകാശമാക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട്. അപ്പോൾ മറക്കണ്ട. നോക്കൂ, ഈ മനുഷ്യനെ യേശു കാണുകയാണ്. അപ്പോൾ യേശു കാണുന്ന സമയത്ത് ഇവൻ കുരുടനാണ്. യേശുവിനൊപ്പം ശിഷ്യന്മാരുണ്ട്. അവരും ഈ മനുഷ്യനെ കാണുകയാണ്. ഈ മനുഷ്യൻ്റെ തൊഴിൽ ആ സമയത്ത് ഭിക്ഷാടനമാണ്, അല്ലെങ്കിൽ മറ്റൊന്നിനും കഴിയാത്തൊരു മനുഷ്യനാണ്. കാഴ്ചയുള്ള മനുഷ്യനെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുവാൻ കഴിയാത്തവനാണ്. അത് തന്നെ മാതാവേ നിൻ്റെ സങ്കടവും. എൻ്റെ തലമുറയ്ക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുവാൻ കഴിയത്തില്ല പാസ്റ്റർ. അവന് ചില ബലഹീനതകളുണ്ട്, അവന് ചില കുറവുകളുണ്ട്. അതിനൊത്തവണ്ണമുള്ളതൊന്നും കിട്ടിയില്ലെങ്കിൽ, അതെ, നിൻ്റെ തലമുറയുടെ ബലഹീനതയ്ക്ക് ഒത്തവണ്ണം അല്ല, നിൻ്റെ തലമുറയുടെ ബലഹീനതയെ മാറ്റി അവൻ ഏറ്റവും നല്ലതൊന്ന് കർത്താവ് ചെയ്യുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. നിൻ്റെ തലമുറയുടെ കുറവിനെ പരിഹരിച്ച് അവൻ ഏറ്റവും നല്ലതൊന്ന് എൻ്റെ യേശു ചെയ്യുവാൻ പോകുക. മാതാവേ, നിൻ്റെ മകളുടെ കുറവിനെ പരിഹരിച്ച് അവൾക്ക് ഏറ്റവും നല്ലതൊന്ന് എൻ്റെ യേശു ചെയ്യുവാൻ പോകുക. അപ്പോൾ ഈ മനുഷ്യൻ കുരുടനാണ്. ഇവൻ ഭിക്ഷാടനം നടത്തി ഉപജീവിച്ച മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യനെ അറിയുന്ന ഒത്തിരി പേരുണ്ട്. ഭിക്ഷക്കാരനായി ഇവനെ കാണുമ്പോൾ ചതുർത്ഥി കാണുന്നത് പോലെ, ഇന്നും ഈ നാശത്തിനെ കണ്ടല്ലോ, ഇന്നത്തെ ദിവസം പോയി എന്ന് വിലപിച്ച് ഓടുന്ന ഒരു കൂട്ടമുണ്ട്. മറ്റു ചിലരുണ്ട്, അവനെ അവഗണിക്കുവാൻ വേണ്ടി അവൻ്റെ അടുക്കൽ കൂടെ വരുന്നവരുണ്ട്. അങ്ങനെ ചിലരുണ്ട്, അറിയത്തില്ലേ? നമ്മുടെ കഷ്ടതയുടെ മധ്യത്തിൽ, നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ ചതുർത്ഥി കാണുന്നത് പോലെ നമ്മെ നോക്കുന്ന, അവൻ വന്നല്ലോ, ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, ഒരു ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാൽ സംസാരിക്കാൻ വരത്തില്ല, മാറിപ്പോയി കളയും, നമ്മൾ അവർക്കൊരു ബാധ്യതയായി തീരുമെന്ന ഭയം. നമ്മളെ കാണുന്നത് തന്നെ, അതേ സഹോദരി, കാണുന്നത് തന്നെ അറപ്പ, വെറുപ്പ അവർക്ക് ആശ്ചര്യമാക്കി യേശു നിന്നെ മാറ്റുവാൻ പോകുക. ആർക്കൊക്കെ അറപ്പും വെറുപ്പുമായി നീ മാറിയിരിക്കുന്നു, അതേ കേൾക്ക്. നിൻ്റെ ഭർത്താവിന്, നിൻ്റെ പ്രിയപ്പെട്ടവർക്ക്, അതേ സഹോദര, ആ തൊഴിലിടത്തിൽ നിനക്കൊപ്പമുള്ളവർക്ക്, നിനക്ക് ജോലി തരുന്നവർക്കൊക്കെ അറപ്പും വെറുപ്പുമായി നീ മാറിയിരിക്കുന്നുവോ? താങ്ക് യു ലോർഡ്. നിന്നെ അവരുടെ മുമ്പിൽ എൻ്റെ യേശു ആശ്ചര്യമാക്കി മാറ്റുവാൻ പോകുന്നു. റെഡിയാണോ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങുക. താങ്ക് യു ലോർഡ്. ആമേൻ. നോക്കൂ, അവിധത്തിൽ രണ്ടാമത്തെ കൂട്ടർ അവനെ അവഗണിച്ചു പോകുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ അടുക്കൽ നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യേ വരും. അപ്പോൾ നമ്മളെന്ത് ചിന്തിക്കും? ഈ മനുഷ്യനോട് സഹായം അഭ്യർത്ഥിക്കാം. അപ്പോൾ നമ്മളങ്ങനെ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവൻ, അയ്യോ എൻ്റെ കയ്യിലൊന്നുമില്ല, കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിലും ഉണ്ടായിരുന്നു, ഞാനതെടുത്ത് ഇന്ന കാര്യത്തിന് കൊടുത്തു, ഇന്ന ആളിന് കൊടുത്തു. നിനക്ക് ഒരു ദിവസം മുമ്പേ ചോദിച്ചൂടെ ആയിരുന്നോ? മനഃപൂർവ്വം അങ്ങനെ നമ്മൾ ചോദിക്കാനും അത് കേൾക്കുമ്പോൾ ഒരു സുഖം. അവൻ ചോദിച്ചല്ലോ, അവൾ ചോദിച്ചല്ലോ, തിരിച്ച് ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് അതിലും വലിയൊരു സന്തോഷം. അങ്ങനെയുള്ള കൂട്ടം. പിന്നെ മറ്റു ചിലരുണ്ട്, നമ്മുടെ ദൈന്യത കണ്ട് നമ്മെ സഹായിക്കുവാൻ വേണ്ടി നാണയത്തുട്ടുകൾ നീട്ടുന്നവർ. എന്തെങ്കിലും തന്ന് നോക്കൂ, ഏതെങ്കിലും ഒരു ഭിക്ഷക്കാരനെ നാണയത്തുട്ടുകൾക്കപ്പുറമായി മറ്റൊരാൾ സഹായിച്ചതായി നമുക്കറിയാമോ? ചിലപ്പോൾ നാണയം മാറിയ സ്ഥാനത്ത് നോട്ടുകൾ വരുമെങ്കിലും അവൻ്റെ ജീവിതത്തിൽ സ്ഥായിയായൊരു മാറ്റം വരുന്നില്ല. പിറ്റേ ദിവസവും അല്ലെങ്കിൽ തുടർന്നും അവൻ അവിടെ തന്നെ ആയിരിക്കും. ഇങ്ങനെ 3 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ആ മനുഷ്യൻ്റെ ചുറ്റുമുള്ളത്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ചുറ്റുമുള്ളതുപോലെ ചിലപ്പോഴൊക്കെ സഹതാപം കൊണ്ട് ചില നാണയത്തുട്ടുകൾ ഇങ്ങനെ എടുത്തെറിയപ്പെടുന്നുണ്ട്. എടുത്തോ എന്ന് പറഞ്ഞു. കരയല്ലേ സഹോദരി?
നിൻ്റെ അവസ്ഥയെ മാറ്റുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ എൻ്റെ യേശു മാത്രമാണ്. അവരെത്ര തന്നാലും, അവരെത്ര നാണയത്തൊട്ടുകൾ എറിഞ്ഞു തന്നാലും, ആത്മാർത്ഥമായിട്ടാകട്ടെ അല്ലാതെ ആകട്ടെ, അവരെത്ര സഹതപിച്ചാലും നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാൻ, നിൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാൻ, നീ ഇന്ന് കടന്നു പോകുന്ന ദുരിതം നിറഞ്ഞ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ എൻ്റെ യേശു അത്രേ. താങ്ക് യു ലോർഡ്. ആമേൻ. ആ യേശു ആ മനുഷ്യനെ കണ്ടു, നിങ്ങളെ കണ്ടതുപോലെ, അല്ലെങ്കിൽ ആ മനുഷ്യനെ, കുരുടനെ യേശു കണ്ടതുപോലെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ യേശു കണ്ടു. പാസ്റ്റർ, നിങ്ങളിപ്പോൾ ചോദിക്കും, എന്നെ കണ്ടു എന്നത് സത്യമാണോ? എനിക്കത് വിശ്വസിക്കുവാൻ കഴിയുമോ? യെസ് പ്രിയ ബ്രദർ, സിസ്റ്റർ, നിങ്ങൾക്ക് വിശ്വസിക്കാം. യേശു നിങ്ങളെ കണ്ടതുകൊണ്ടാണ് അവൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. യേശു നിങ്ങളെ കണ്ടിട്ടുണ്ട്. യേശു നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആർക്കും കാണുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആരും എന്നെ കാണണ്ട എന്ന് പറഞ്ഞ് മറഞ്ഞിരിക്കുന്ന ആ സ്ഥാനത്തും പ്രിയ മാതാവേ, പിതാവേ, യേശു നിന്നെ കണ്ടിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത നിൻ്റെ സാമീപ്യം ഇഷ്ടപ്പെടുന്ന ഒരുവനുണ്ട്. ആ യേശുവിൻ്റെ അടുക്കൽ നീ ആയിരിക്കുന്നു. നോക്കൂ, അപ്പോൾ ഈ 3 വിഭാഗങ്ങളിൽപ്പെട്ടവർ ഈ മനുഷ്യനെ ദൈനംദിനം കാണുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരത്ഭുതം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അഥവാ യേശു അവനെ കണ്ടു, അവൻ്റെ ജീവിതം മാറി. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, യേശു നിങ്ങളെ കണ്ടു, അർത്ഥാൽ നിങ്ങളുടെ ജീവിതം മാറി. യെസ്, ആമേൻ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മനുഷ്യൻ്റെ ജീവിതം മാറി, അവൻ കാഴ്ചയുള്ളവനായി മാറി. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, അവൻ കാഴ്ചയുള്ളവനായി മാറിയപ്പോൾ അവിടെ ഒരു തർക്കമുടലെടുത്തു. ഒരു വിഭാഗം പറയുവാനായി തുടങ്ങി, ഈ മനുഷ്യനാണ് ഇന്നലെ വരെ ഭിക്ഷ എടുത്തുകൊണ്ടിരുന്നത്. ആശ്ചര്യത്തോടെ പറഞ്ഞു, അതെ സഹോദര, നീ ജോലിയില്ലാതെ തേരാപ്പാര നടന്നത് കണ്ടവർ ആശ്ചര്യത്തോടെ നീ ജോലിക്കാരനായിരിക്കുന്നത് അതേക്കുറിച്ച് പറയും. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും. സഹോദരി, നിന്റെ മക്കൾ തേനും തെരുവടിയുമായി തെരുവിൽ അലഞ്ഞ് നടന്നത് കണ്ടവർ, അവർക്ക് നിനക്കും ഒരു ഭാരമായി മാറിയത്, മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാൻ ഒരു പരിഹാസ വിഷയമായി മാറിയത്, കണ്ടത് അറിഞ്ഞത്, കണ്ടവരും അറിഞ്ഞവരും പറഞ്ഞവരും അവരുടെ ജീവിതം മാറുന്നതിനെക്കുറിച്ച് ആശ്ചര്യത്തോടെ സംസാരിക്കും. അവരുടെ ജീവിതത്തെ കർത്താവ് മാറ്റിയതിനെക്കുറിച്ച് ആശ്ചര്യത്തോടെ സംസാരിക്കും. കരഞ്ഞു വിളിച്ച് മരണത്തിന് വേണ്ടി ഇറങ്ങിയോടി ആ ഭവനത്തിനകത്ത് നീ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു ഭാര്യ എന്ന അധികാരത്തോടെ, പേര് മാത്രമല്ല സർവ അവകാശങ്ങളോടെയും കൂടെ പാർക്കുന്നത് കണ്ടിട്ട് അവർ പറയും, ആശ്ചര്യത്തോടെ തന്നെ. ആ സ്ഥാപനം പൂട്ടിപ്പോകുമെന്ന് കാത്തിരിക്കുന്നവർ അവിടെ ആ സ്ഥാപനം അടുത്ത കടകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും വിധം കണ്ട് ആശ്ചര്യത്തോടെ സംസാരിക്കുവാൻ പോകുക. വിശ്വാസത്തോടെ ഒരു ആമേൻ പറ. ആമേൻ. അപ്പോൾ നോക്കൂ, ഒരു കൂട്ടർ പറയുകയാണ് ഇവനാണ്. അപ്പോൾ അടുത്ത കൂട്ടർ നോ, ഇവനല്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഇവനൊരിക്കലും കാണുവാൻ കഴിയത്തില്ല. ഞങ്ങൾ എത്രയോ കാലമായി ഈ വഴി പോകുന്നതാണ്, അപ്പോഴൊക്കെ ഞങ്ങൾ ഇവനെ കാണുന്നതാണ്. ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത്, ഇവനൊരു മാറ്റവും ഉണ്ടാകത്തില്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്, ഇവനൊരു മാറ്റവും ഉണ്ടാകത്തില്ല. ചിലരങ്ങനെ വെല്ലുവിളിച്ച് പറയുന്നുണ്ട്, നിനക്കൊരു മാറ്റവും ഉണ്ടാകത്തില്ല, നിൻ്റെ ഭർത്താവ് മാറത്തില്ല, നിൻ്റെ മക്കൾ മാറത്തില്ല, നീ മാറത്തില്ല, നിൻ്റെ ജീവിതം മാറത്തില്ല, നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടത്തില്ല, നിൻ്റെ സാമ്പത്തിക നിലയിലൊരു മാറ്റവും ഉണ്ടാകത്തില്ല, നിൻ്റെ കുടുംബത്തിനൊരു മാറ്റവും ഉണ്ടാകത്തില്ല, നിൻ്റെ തലമുറകളുടെ ജീവിതത്തിലൊരു മാറ്റവും ഉണ്ടാകത്തില്ല. ഇങ്ങനെ തന്നെ എന്നും കുന്നും കരഞ്ഞും നിലവിളിച്ചും അവരുടെ മുമ്പിൽ കൈനീട്ടി തന്നെ നീ തുടരും എന്ന് പറയുന്നവർ, അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുടെ കേൾക്ക്. അതെ, അവർ ആശ്ചര്യപ്പെടും വിധത്തിൽ എൻ്റെ ദൈവം നിന്നെ മാറ്റും. മാറാത്ത സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിവുള്ളവൻ എൻ്റെ യേശു നിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ രോഗം മാറുക. പ്രാർത്ഥിക്കുക, കർത്താവ് ആ രോഗത്തെ സൗഖ്യമാക്കുക. ഇനിയും നീ ആ ഭവനത്തിനകത്തുനിന്ന് പുറത്തു വരും. പലരും ഉറപ്പിച്ചു കേട്ടോ, നീ ഇനി പുറത്തു വരത്തില്ല, നീ അവിടെ തീർന്നു, നീ അവിടെ ഒതുങ്ങി, അല്ലെങ്കിൽ നിന്നെ അവിടെ ഒതുക്കി. മനുഷ്യനും പിശാചും വെല്ലുവിളിക്കുന്നുണ്ട്, നിന്നെ അവിടെ ഒതുക്കി. അവരെന്താണോ ആഗ്രഹിച്ചത് അത് സംഭവിച്ചിരിക്കുന്നു. നീ ഒതുക്കി, അല്ലെങ്കിൽ നിന്നെ ഒതുക്കി. നോ, നീ ഒതുങ്ങിപ്പോകുവാൻ,
നീ ഒതുക്കപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവിടെ നിന്ന്, ആ മുറിക്കകത്ത് നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ആ രോഗക്കിടക്കയിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. കടം വാങ്ങിയത് തിരികെ കൊടുക്കുവാൻ കഴിവില്ലാതെ പാത്തിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അഭിമാനത്തോടെ നിന്ന് പലിശ ചേർത്ത് തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ആ ശൂന്യമായ കരങ്ങൾ നിവർത്തി പ്രാർത്ഥിക്കുക. കർത്താവ് ആ കരങ്ങളിൽ സമൃദ്ധി നൽകുവാൻ പോകും യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ശൂന്യതയെ കർത്താവ് മാറ്റുവാൻ പോകുക. ആമേൻ. ശൂന്യത കണ്ട നിന്റെ കണ്ണ് ആ നിറവ് കാണുവാൻ പോകുക. എത്ര പേർ വിശ്വാസത്തോടെ ആമേൻ പറയും? ആമേൻ. സ്തോത്രം. നിങ്ങളുടെ കർത്താവിനൊപ്പമായിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതും നടക്കുവാൻ പോകുന്നതും അതേ നിശ്ചയമായും മറ്റുള്ളവരെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഒരു വിഭാഗം പറയുന്നു ഇവനാണ്, മറുവിഭാഗം പറയുന്നു ഇവനല്ല, എന്നാൽ അവൻ പറയുന്നു അത് ഞാനാണ്. ആകപ്പാടെ കൺഫ്യൂഷൻ. അത് തന്നെ അവർ കൺഫ്യൂഷൻ ആകുന്നു. ഷബറി തലമാശയ്ക്ക് നിൻ്റെ മക്കളുടെ മുമ്പിൽ അവർ കൺഫ്യൂഷൻ ആകുന്നു. ഈ ചെറുക്കൻ ഇങ്ങനെ മാറിയോ? സ്തോത്രം. നിൻ്റെ മക്കളുടെ മുമ്പിൽ ടീച്ചേഴ്സ് കൺഫ്യൂഷൻ ആകുവാൻ പോകുന്നു. ഇവൻ ജയിച്ചോ? ഇവൻ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായോ? യെസ്. നിൻ്റെ ഭർത്താവിന് മുമ്പിൽ ആ സ്ഥാപനത്തിലുള്ളവർ കൺഫ്യൂഷൻ ആകുവാൻ പോകുന്നു. സഹോദരി, നിനക്ക് മുമ്പിൽ അവിടെ നിന്നെ അറിയുന്നവർ കൺഫ്യൂഷൻ ആകുവാൻ പോകുന്നു. നീ ഇനി ഒരിക്കലും പുറത്തു വരത്തില്ല. നിന്നിൽ അത് സംഭവിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് കരുതിയവർ, പറഞ്ഞവർ കേൾക്ക്. ആ തലമുറയുമായി നീ നിൽക്കുന്നത് കണ്ട്, നിന്റെ ഉദരത്തിൽ ജ്വരിച്ച തലമുറയുമായി നീ നിൽക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ആശുപത്രികളിൽ ഒത്തിരി നാളുകൾ ചിലവഴിച്ച് പരാജയപ്പെട്ട ആ ചാപ്റ്ററിനെ മടക്കി പുതിയൊരു ചാപ്റ്റർ. ആമേൻ. മച്ചി എന്ന് വിളിപ്പേരുള്ളവൾ പ്രസവിച്ച സാക്ഷ്യം നിന്നോട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങും. കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുക. ചില ഉത്തരങ്ങളെ കർത്താവ് തൊടുക. ആമേൻ. നിന്റെ തലമുറയെ തന്നെ നീ കരങ്ങളിലെടുക്കും. മറ്റുള്ളവർ കൺഫ്യൂഷൻ ആകും. ഇതെങ്ങനെ സംഭവിച്ചു? ആമേൻ, ആമേൻ, ആമേൻ. ഇതെങ്ങനെ സംഭവിച്ചു? ആമേൻ. അവിടെ ആ പാട ഭയങ്കര തർക്കം നടക്കുക. ഇവൻ പറയാം അത് ഞാനാണ്. ആരും സമ്മതിക്കുന്നില്ല. പോടാ നീ അല്ല. നിങ്ങൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുവാൻ പോകുക. അവൻ മക്കളെ, നിങ്ങൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കാത്ത വിധത്തിൽ, നിങ്ങൾ പറഞ്ഞാൽ പോലും എനിക്ക് 100% കോൺഫിഡൻറ്റോടെ അത് പറയുവാനായിട്ട് കഴിയും. ബൈബിളിനൊപ്പം എൻ്റെ ജീവിതം ചേർത്ത് വെച്ചിട്ട്. ആമേൻ. എന്നെ ഇന്നലകളിൽ അറിഞ്ഞവർ, ഞാൻ ജീവിച്ച സാഹചര്യം, ഞാൻ കടന്നു വന്ന വഴിയിൽ ഞാനായിരുന്ന അനുഭവങ്ങൾ അറിയുന്നവർ, ഞാൻ ശുശ്രൂഷയിലാണെന്ന് പറഞ്ഞാൽ, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, എന്തിന് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുന്ന കൺഫ്യൂഷൻ ആകുന്നവരുണ്ട്. എൻ്റെ അമ്മയുടെ, എൻ്റെ അപ്പൻ്റെ മകനാണ് ഞാനെന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ. അല്ല, ആ മകൻ നീ അല്ല, അവനെ ഞങ്ങൾക്കറിയാം, അത് നീ അല്ല എന്ന് പറയും വിധത്തിൽ എന്നെ മാറ്റിയ ദൈവം നിൻ്റെ തലമുറയെ മാറ്റും. മാതാവേ, പിതാവേ, അവർ മാറും. യേശുവിൻ നാമത്തിൽ. അപ്പോൾ നോക്കൂ, ആ കൺഫ്യൂഷനിലേക്ക് ആ മനുഷ്യൻ നടന്നു കയറിയ വഴികളിലൂടെ അല്പമായി ചിന്തിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. നോക്കൂ, 9-8 വാക്യത്തിൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ആ മനുഷ്യൻ ഭിക്ഷയെടുത്ത് ജീവിക്കുകയാണ്. ഒന്ന് നമ്മൾ തിരിച്ചറിയുക, ചില സമയങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമ്മുടെ അവസ്ഥയ്ക്കേറ്റ മാതിരി നമ്മൾ മാറേണ്ടി വരും. പലപ്പോഴും നമുക്കതിന് കഴിയാറില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളായിരുന്നത് പോലെ തന്നെ ജീവിക്കും എന്ന് വാശി പിടിക്കുന്നവരാണ് നമ്മൾ. അത് പാടില്ല. ഈ മനുഷ്യൻ അന്നത്തെ സ്ഥിതിയിൽ കാഴ്ചയില്ല, അതുകൊണ്ട് ഭിക്ഷയെടുത്ത് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതെ, ആത്മഹത്യയെക്കുറിച്ചല്ല ചിന്തിക്കുവാനുള്ളത്. ഈ ദിവസങ്ങളിത് പിടിച്ചു നിൽക്കുക. കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും. ആമേൻ. ആ ഇല്ലായ്മയുടെ മധ്യത്തിൽ, ആ കുറവാണ് സഹോദരി, അല്പമേ ഉള്ളൂ, പക്ഷെ നീ ഒന്ന് പിടിച്ചു നിൽക്കുക. കർത്താവ് ഒരു വിശാലത വരുത്തും. ഇന്നത്തെ അവസ്ഥ മാറും. നോക്കൂ, ഇസ്രായേലിലെ ശ്രേഷ്ഠ പ്രവാചകനാണ് പഴയ നിയമം പരിചയപ്പെടുത്തുന്ന ഏലിയാവ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായത്തിലാണ് ഏലിയാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അധ്യായം തുടങ്ങുന്നത് തന്നെ തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബിനായ ഏലിയാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ശക്തനാണ്, പ്രമുഖനാണ്, ദൈവകൃപ കൂടെയുള്ള മനുഷ്യനാണ്. രാജാവിന് മുമ്പിൽ നിന്ന് പോലും പ്രവചിക്കുവാൻ ധൈര്യമുള്ളവനാണ്. പക്ഷേ ഏലിയാവിൻ്റെ ജീവിതത്തിലെ 6 മാസങ്ങൾ തുടർന്ന് കെരീത്ത് എന്ന തോട്ടിൻ്റെ കരയിൽ ചെളിവെള്ളം കുടിച്ച്, തോട്ടിലെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ചെളിവെള്ളം എന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? തോട് വറ്റും എന്നവിടെ എഴുതിയിട്ടുണ്ട്. അതിനർത്ഥം ചെളിവെള്ളമാകുമെന്ന്. ഞാനൊക്കെ നാട്ടിൻപുറത്തിൽ സ്കൂളിൽ പഠിച്ചവരാണ്. അപ്പോൾ ഞങ്ങൾ തോട് വരമ്പുകളിലൂടെ സ്കൂളിൽ പോയിട്ടുള്ളവരാണ്. മഴ മാറി വേനൽ വരുമ്പോൾ തോട്ടിലൊക്കെ വെള്ളം പറ്റും. പിന്നെ ചെളിയാണ്, നാറ്റം കൊണ്ട്
മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും അത് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ ചെളിവെള്ളം കുടിച്ച് കാക്ക കൊണ്ടുവരുന്ന എച്ചിൽ തിന്ന്, അല്ലാതെ കാക്ക സ്വിഗ്ഗിയും സൊമാറ്റോയും പോലെയൊന്നും കൊണ്ടുവരത്തില്ല. എച്ചിൽ തന്നെ കാക്കയുടെ കൊക്കിൽ. ആ കാക്കയുടെ കൊക്ക് എവിടെയൊക്കെ ആഹാരം തിരയുമെന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. 6 മാസം എങ്ങനെ കഴിച്ചു ഏലിയാവെ ആഹാരം എന്ന് ചോദിച്ചാൽ ഏലിയാവ് പറയും, ഞാൻ ശ്രേഷ്ഠ പ്രവാചകനാണ്, ഞാൻ ആഹാബിന് മുൻപിൽ പോലും നിൽക്കുവാൻ കഴിവുള്ളവനാണ്. ഒക്കെ ശരിയാണ്, പക്ഷേ ഈ സമയം അതങ്ങനെ കടന്നു പോകേണ്ട സമയമാണ്. ചില സമയങ്ങളുണ്ട് അങ്ങനെ കടന്നു പോകേണ്ട സമയം, ഞെരുക്കത്തിൻ്റെ സമയം, കഷ്ടതയുടെ സമയം, കഠിനതയുടെ സമയം. തളർന്നു പോകാതെ ഏലിയാവിനെ പോലെ നീ നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ പിന്നെ ഫ്രഷായിട്ടുള്ള താങ്ക് യു ലോർഡ്, ആ കലത്തിനകത്ത് ഏറ്റവും സംരക്ഷിക്കപ്പെട്ടിടത്തിരിക്കുന്ന ഭക്ഷണം ഭക്ഷിക്കുവാൻ വിശാലത കർത്താവ് വരുത്തി. ഒന്ന്, ആ മനുഷ്യൻ തൻ്റെ അവസ്ഥയ്ക്ക് ഒത്തവണ്ണം മുൻപോട്ട് പോകുവാൻ തയ്യാറായി. രണ്ടാമതായി വേദഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും, അവൻ ദൈവപ്രവൃത്തിക്കായി കാത്തിരുന്നു, അനുസരിച്ചു. 9-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. അവനോട് യേശു പറയുന്നത്, നീ ശീലോഹാം കുളത്തിൽ പോയി കഴുകുക. അപ്പോൾ ആ മനുഷ്യന് വേണമെങ്കിൽ ചോദിക്കാം, യേശുവേ ഞാനിവിടെയൊക്കെ തന്നെയുണ്ട്, ഞാൻ അറിയാത്തതാണോ ഈ ശീലോഹാം കുളം? അവിടെ ഇനിയും തപ്പി നിറഞ്ഞ് ഞാൻ പോകേണ്ട കാര്യമുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. പ്രിയരെ, പലപ്പോഴും യേശു നമ്മോട് പറയുന്നത് നമുക്ക് പരിചിതമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക, ഉപവസിക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. വേറെ എന്തെങ്കിലും ഉണ്ടോ പാസ്റ്റർ എന്ന് ചോദിക്കുന്നവരാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും. അതുപോലെ യേശുവിനോട് ആ മനുഷ്യൻ ചോദിച്ചില്ല. ആ മനുഷ്യൻ ചോദ്യം ചെയ്യാതെ അതനുസരിക്കുവാൻ തയ്യാറായി. ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ, ചോദ്യം ചെയ്യാതെ പ്രാർത്ഥിക്കുവാൻ, ചോദ്യം ചെയ്യാതെ ഉപവസിക്കുവാൻ, ദൈവവചനത്തിനൊപ്പമായിരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും ഏറ്റവും ശ്രേഷ്ഠകരമായതൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചെയ്യും. ചെറിയ കാര്യങ്ങളിലൂടെ, നിങ്ങൾ ചെയ്യുന്ന ചെറുതെന്ന് കരുതുന്ന കാര്യങ്ങളിലൂടെ വലിയ മാറ്റങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പലപ്പോഴും പലർക്കും ഉൾക്കൊള്ളുവാൻ പാടാണ്. ഞങ്ങളുടെ ചർച്ചയൊക്കെ ആയിരിക്കുമ്പോൾ പലരും പറയാറുണ്ട്, സിസ്റ്റർ ബഹളം വയ്ക്കണ്ട, സമാധാനത്തിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് പ്രവർത്തിക്കും. അപ്പോൾ അവർ പറയും, പറ്റത്തില്ല പാസ്റ്റർ, എനിക്ക് കുറച്ച് ഓടിയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഓട്ടക്കാരൊക്കെ ഉണ്ട്. നോ, ദൈവസന്നിധിയിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുക, കർത്താവ് പ്രവർത്തിക്കും. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാമത്തെ 11-ാമത്തെ വാക്യത്തിൽ നയമാൻ എന്നൊരു കുഷ്ഠരോഗിയെ കാണുവാനായിട്ട് കഴിയും. ആ മനുഷ്യൻ ഇസ്രായേലിലെ പ്രവാചകനായ എലീശയുടെ അടുക്കൽ വരികയാണ്. ആ മനുഷ്യനോട് എലീശ പറയാൻ, നീ യോർദാനിലൊന്ന് മുങ്ങി എഴുന്നേറ്റ് വാ. അപ്പോൾ ആ മനുഷ്യനത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. എൻ്റെ നാട്ടിൽ പേരുള്ള പെരുമയുള്ള നദികളുണ്ട്, പിന്നെ ഞാൻ ഇവിടെ വന്ന് മുങ്ങേണ്ട കാര്യമുണ്ടോ? ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്തുവെങ്കിലും ആ മനുഷ്യൻ അനുസരിക്കുവാൻ തയ്യാറായി. അതുകൊണ്ട് വചനം പറയുന്നു, അവൻ്റെ ത്വക്ക് ബാലകൻ്റെ ത്വക്ക് പോലെയായി മാറി. അനുസരിക്കുന്ന ചിലരുടെ ശരീരം മാറുക, അനുസരിക്കുന്ന ചിലരുടെ ജീവിതം മാറുക, അനുസരിക്കുന്ന ചിലരുടെ അവസ്ഥകൾ മാറുക. നീ ദൈവവചനം അനുസരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ദൈവകൽപ്പനകൾ പ്രമാണിച്ച് മുൻപോട്ട് പോകുവാൻ, വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ, എൻ്റെ കർത്താവ് മറ്റുള്ളവർക്ക് കൺഫ്യൂഷൻ വരുത്തുന്ന ഒരു അത്ഭുതത്തെ നിൻ്റെ ജീവിതത്തിൽ ചെയ്യും. താങ്ക് യു ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അവർ ആശ്ചര്യപ്പെടും വിധത്തിൽ, അവർ കൺഫ്യൂഷൻ ആകും വിധത്തിൽ. നോക്കൂ, മൂന്നാമതായി എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ, യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ ആ കുരുടനെ പരിചയപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞ് യേശുവിൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിക്കുന്നു. യേശുവിനോടാണ് കേട്ടോ. യേശുവേ, ആരാണ് പാപം ചെയ്തത്? ഇവൻ്റെ അമ്മയാണോ അപ്പനാണോ? അവർക്ക് അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഇവൻ കുരുടനാണ്, ഇവൻ എങ്ങനെ ജീവിക്കുന്നു, ഇവൻ്റെ മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയാണ്, ഇതൊന്നും ശിഷ്യന്മാർക്ക് അറിയേണ്ട. ലോകത്തിന് പലപ്പോഴും ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. നിൻ്റെ ഇന്നത്തെ അവസ്ഥ പലർക്കും അറിയേണ്ട കാര്യമില്ല. അവർക്ക് നിൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കണം. നീ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ നീളം, നീ നടക്കുന്ന നടപ്പ്, നീ എങ്ങോട്ട് നോക്കുന്നു, അങ്ങോട്ട് തിരിയുന്നോ ഇങ്ങോട്ട് തിരിയുന്നോ, നിൻ്റെ നീ കഴിക്കുന്ന ആഹാരം, നിൻ്റെ തടി, തൂക്കം, പൊക്കം, ഇതളക്കാൻ വേണ്ടി കുറേ മണ്ടന്മാർ. അവരുടെ മുമ്പിൽ നിന്ന് കൈയടിക്കാൻ വേറെ കുറേ മണ്ടന്മാർ. ആമേൻ. അപ്പോൾ നോക്കൂ, എൻ്റെ യേശു ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. ആമേൻ. അവരെ പോലെ യേശു അവൻ്റെ കുറവുകളിലേക്കോ ഇന്നലകളിലേക്കോ നോക്കുന്നില്ല, മറിച്ച് അവനുമേൽ വെളിപ്പെടുവാനുള്ള ദൈവപ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പലരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ കുറവുകൾ എണ്ണി എണ്ണി പറഞ്ഞ് നിങ്ങളൊരു പാപിയാണ്, നിങ്ങൾ കുറവുകളുള്ളവരാണ്. മക്കളെ, പലപ്പോഴും നിൻ്റെ വിശ്വാസം പോലും ചോർന്നു പോയ, പേരിന് മാത്രം ദൈവസന്നിധിയിൽ ഇരിക്കുന്നവനാക്കി നിന്നെ മാറ്റിയ, മാതാവി നിൻ്റെ മക്കളെ ദൈവസന്നിധിയിൽ ഓടിച്ച
ആ ശാപവാക്കുകൾ പോലെ കുറ്റം പറഞ്ഞ പരീശന്മാർ, കള്ളയിടയന്മാർ, ചെന്നായ്ക്കൾ ഭയന്നായിരിക്കുന്നു. യേശുവിൻ്റെ വാക്ക് അതല്ല കേട്ടോ. നിൻ്റെ മക്കളുടെ ജീവിതത്തിലാകട്ടെ, നിൻ്റെ ജീവിതത്തിലാകട്ടെ, ആ കുറവ് വന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. എൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നിലൂടെ മഹത്വപ്പെടുവാൻ വേണ്ടിയാണ്. ചേർത്ത് നിർത്തുവാൻ ഞങ്ങളുണ്ട്. കോൺടാക്റ്റ് ചെയ്യും. പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. എല്ലാ ഞായറാഴ്ചകളും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ സഭാരാധനയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. കുറ്റം പറച്ചില്ല, പരിഹാസമില്ല. വെളിപ്പാടുവാനുള്ള ദൈവമഹത്വത്തിലേക്ക് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പം നടക്കും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കടന്നു വന്നോ. എല്ലാ ദിവസങ്ങളിലും ദൈവവചനത്തിനൊപ്പം സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്ക്, ശനിയാഴ്ചയും ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന വചന പരമ്പരയുണ്ട്. ഭയങ്കര ബ്ലെസ്സിംഗ് ആയിരിക്കും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്കത് അവൈലബിൾ ആണ്. വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമുണ്ട്. സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. വെള്ളിയാഴ്ച ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമാണ്. നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വൈകുന്നേരം 3 മണിക്ക് കാട്ടാക്കടയ്ക്ക് സമീപം കൊറ്റമ്പള്ളിയുടെ അടുത്ത് ഒരു മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വന്നു. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായതുപോലെ അനേകർക്ക് അനുഗ്രഹമായി മാറുവാൻ, അല്ലെങ്കിൽ അങ്ങനെ മാറ്റുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. കണ്ണടച്ചോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പം ഈ സമയം വരെ ആയിരുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ, ഇവർ മാറത്തില്ല എന്നും ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകത്തില്ല എന്ന് ലോകപ്രകാരം വിധി എഴുതി കാത്തിരിക്കുന്നവർ ആശ്ചര്യപ്പെടും വിധത്തിൽ, അവർ കൺഫ്യൂഷനാകും വിധത്തിൽ ഇവരുടെ ജീവിതത്തിൽ സ്വർഗം ഒരു മാറ്റം വരുത്തണമേ. അങ്ങ് തന്ന ആലോചന പോലെ അത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇനി ഒരിക്കലും നല്ലതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല എന്ന് സ്വയം വിലപിച്ചായിരിക്കുന്നവർ ആ നല്ലത് അങ്ങിലൂടെ പ്രാപിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുന്ന ദിവസങ്ങളായി മാറട്ടെ. ഇവരുടെ എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുവാൻ ഇടയായിത്തീർന്ന സാഹചര്യങ്ങൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ യേശുപ്പ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി മാനിക്കണമേ. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്ഥാപനങ്ങൾ നടത്തുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു വിസകൾ വരട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. ഒരു വിശാലത ആഗ്രഹിച്ച് പല പല എക്സാമുകൾ എഴുതുന്നവർ, ലൈസൻസുകൾക്കായി ഒരുങ്ങുന്നവർ നല്ല റിസൾട്ട് നൽകി സ്വർഗമങ്ങ് മാനിക്കണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും നീങ്ങിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇവരുടെ മക്കൾ, ഇവരുടെ കുടുംബം അനുഗ്രഹമായി തീരട്ടെ. മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പഠിക്കുന്ന മക്കൾക്ക് നല്ല റിസൾട്ട് നൽകണമേ. അവരെ പഠിപ്പിക്കുവാനുള്ള വഴി കർത്താവ് അങ്ങ് തുറന്ന് നൽകണമേ. മാതാപിതാക്കളുടെ കരങ്ങളിൽ അത് നൽകണമേ. വിവാഹങ്ങൾ നടക്കട്ടെ. ഉത്തരഫലങ്ങൾ ജനിക്കട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവേ, ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസങ്ങളായി തീരട്ടെ കർത്താവേ. മറ്റുള്ളവർ കൺഫ്യൂഷൻ ആകും വിധത്തിൽ ഇവരുടെ മക്കളുടെ ജീവിതത്തിൽ സ്വർഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. ഉപേക്ഷിച്ചു പോയ ഭർത്താക്കന്മാർ മടങ്ങി വരട്ടെ. ഭാര്യമാർ മടങ്ങി വരട്ടെ. ആശ്ചര്യപ്പെടും വിധത്തിൽ, കൺഫ്യൂഷൻ ആകും വിധത്തിൽ വീണ്ടും അവർ ഒന്നിക്കട്ടെ. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. ഡോക്ടർമാർ പോലും കൺഫ്യൂഷൻ ആകും വിധത്തിൽ ഇവരെ അങ്ങ് സൗഖ്യമാക്കണമേ. യെസ്, എല്ലാ രോഗബന്ധനം വഴിയട്ടെ. ഡിപ്രഷനുകൾ മാറട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. എല്ലാ ഓർത്തറൈറ്റിസ് രോഗങ്ങളും മാറിപ്പോകട്ടെ. മെനിഞ്ചൈറ്റിസ് ന്യൂറോ സംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. കാഴ്ചയില്ലാതെ ഭാരപ്പെടുന്നവർ യേശുവേ അങ്ങ് കാഴ്ച കൊടുക്കണമേ. കേൾവി ഉണ്ടാകട്ടെ. വാർദ്ധക്യ സഹജമായ എല്ലാ രോഗങ്ങളും മാറട്ടെ. ഇനി കിടക്കയിലെന്ന് വിധി എഴുതപ്പെട്ടവർ എഴുന്നേറ്റ് നടക്കട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വിദേശത്തും സ്വദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും
ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.